ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ലില്ലി സില്ലി എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വീട്ടുമുറ്റത്തെ പച്ചക്കറി കൃഷിയുമായിട്ടാണ് എത്തിയത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വഴുതനയെല്ലാം തന്നെ പൂ പിടിച്ച് നിൽപ്പുണ്ട്. ഇതിൻ്റെ കാ പിടിച്ച് നിൽക്കുന്ന എപ്പിസോഡ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് ഞങ്ങളുടെ കറിവേപ്പില. നമുക്കറിയാം, കറിക്കകത്തൊക്കെ നല്ല മണവും ഗുണവും കിട്ടാൻ നമ്മൾ കറിവേപ്പിലയുടെ ഇല നുള്ളിയിടാറുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇതാണ് നമ്മുടെ കറ്റാർ വാഴ, മറ്റു തരത്തിൽ പറഞ്ഞാൽ അലോവേര. അലോവേരയുടെ ജെല്ല് തലമുടിയിലൊക്കെ പുരട്ടിയാൽ തലമുടിയൊക്കെ നല്ല രീതിയിൽ വളരുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ തുളസി. ഞങ്ങൾ കൊച്ചു ചീരത്തൈകൾ നട്ടത് കിളച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വലിയ ചീര. കണ്ടില്ലേ, ചീരയുടെ ഇലയൊക്കെ നല്ല രീതിയിൽ വളർന്നു നിൽപ്പുണ്ട്. ചുവന്ന ചീര മാത്രമല്ല, പച്ചച്ചീരയും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഉണ്ടമുളക്. ഉണ്ടമുളക് മാത്രമല്ല, വേറെ സൈസ് മുളകുകളും ഉണ്ട്. ഇതാണ് നീളമുളക്. നല്ല നീളത്തിലുള്ള മുളകാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാന്താരി മുളക്. നമുക്കറിയാം, ചമ്മന്തിയൊക്കെ അരയ്ക്കാനായാലും നമ്മൾ കാന്താരി മുളകാണ് ഉപയോഗിക്കുന്നത്. കാന്താരി മുളകിന് എരി വളരെ കൂടുതലാണ്. അപ്പോൾ ഇതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് ഓമയാണ്. ഈ ഓമയുടെ ഗുണമെന്ന് വെച്ചാൽ ഓമ തോരൻ വെച്ച് കഴിക്കാൻ വളരെയധികം നല്ലതാണ്. ഇതൊക്കെ ഞങ്ങളുടെ വീട്ടുമുറ്റത്തുള്ള ചെറിയ കൊച്ചു കൊച്ചു ചെടികളാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ബായ്.